അബിൻ നല്ല സ്ഥാനാർത്ഥിയായിരിക്കും. പക്ഷേ അബിനെ അവിടെ സ്ഥാനാർത്ഥിയാകുന്നതിൽ ജില്ലയിലെ കുറച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് സ്വാഭാവികമായി എതിർപ്പുണ്ട്. അവർ വിചാരിക്കുന്നത് അബിനെങ്ങാനും വന്ന് പോയി കഴിഞ്ഞാൽ ഇത്തവണ പരാജയപ്പെട്ടാൽ പോലും അടുത്ത തവണ അബിന് ക്ലെയിം ഉന്നയിക്കാൻ പറ്റും. അപ്പോൾ അബിനോട് വിജയിച്ച ഒരാൾ സാധ്യതയുണ്ട്. ഇത്തവണ തോക്കുന്നല്ല കേട്ടോ പറഞ്ഞു. അബിൻ നല്ല സ്ഥാനാർത്ഥിയാണ്. ഒരുപക്ഷേ വ്യാജ ID കാർഡ് വിവാദം ഇല്ലായിരുന്നെങ്കിൽ നേരിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകേണ്ട ആളാണ്. സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് വ്യാജ ID കാർഡ് അട്ടിമറിക്കപ്പെട്ടു. പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആകുന്ന സാഹചര്യം വന്നപ്പോൾ അവിടെ സാമുദായിക സമവാക്യമൊക്കെ വെച്ചിട്ട് അവിടെയും അട്ടിമറിക്കപ്പെട്ടു പോയതാണ്. അപ്പോൾ ഒരുപക്ഷെ അബിൻ നല്ല സ്ഥാനാർത്ഥിയാണ്. കാരണം കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാർക്കിടയിൽ എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്കൊരു തരത്തിൽ ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരാളും ഇടപെടലിൻ്റെ കാര്യത്തിലൊക്കെ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ അബിൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുത്ത സമരങ്ങൾക്കെല്ലാം അബിനും ഉണ്ടായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റക്കെട്ടായിട്ട് പറയുന്നത് അബിനെ വേണ്ട. അത് അവിടെ ആ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ സമുദായ വോട്ടുകൾക്ക് ഭയങ്കര പ്രാധാന്യം. ഈ ബാക്കിയുള്ള ക്ലെയിം ഉന്നയിക്കുന്ന എല്ലാവരും നായർ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ. വിജയ് ഇന്ദുചൂടൻ നായർ കാൻഡിഡേറ്റ് ആണ്. പഴകുളം മധു ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു നായർ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള കുറച്ചധികം ആളുകൾ, എനിക്കൊന്നൊരു ഒരു പി മോഹൻദാസ് ഉണ്ട്. അതുപോലെ ഇപ്പോഴത്തെ ഒരു KPCCയുടെ സെക്രട്ടറിയും അദ്ദേഹവും ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ഞാൻ പേര് അത്ര ഇതായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ പേരുണ്ട്. അങ്ങനെ അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് ആ മണ്ഡലത്തിൽ BJP ഉഴുതുമറിച്ചിട്ട് ഒരു മണ്ഡലമാണത്. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ BJP ഫോക്കസ് ചെയ്യുന്ന ജില്ലകൾ നമുക്ക് നോക്കിയാൽ തിരുവനന്തപുരവും തൃശ്ശൂരും പിന്നെ പത്തനംതിട്ടയാണ്, പക്ഷേ ഈ പാലക്കാടുമാണ്. പക്ഷേ ഈ 4 ജില്ലകളും വെച്ച് നോക്കിയാൽ ഈ BJPയുടെയും സംഘപരിവാറിൻ്റെയും ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയായിട്ട് അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണക്കൂട്ടുന്നത് പൊളിറ്റിക്കലായിട്ട് തിരുവനന്തപുരവും ഒരു കൺസോൾട്ടേഷൻ കമ്മ്യൂണൽ കൺസോൾട്ടേഷൻ എന്നൊക്കെ തരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് പത്തനംതിട്ടയിലാണ്. കാരണം ശബരിമല നിൽക്കുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ സ്ത്രീ പ്രവേശം, ഇത്തവണ സ്വർണ്ണക്കൊള്ള, ഈ വിഷയങ്ങൾ അവിടെ ഭയങ്കരമായിട്ട് പ്രതിഫലിക്കും. നായർ കമ്മ്യൂണിറ്റിക്ക് ഇത്രയധികം വോട്ടുള്ള സ്ഥലമാണ്, ഈഴവ കമ്മ്യൂണിറ്റിക്ക് വോട്ടുള്ള സ്ഥലമാണ്. ആ തരത്തിൽ അണ്ടർലൈനായിട്ടൊരു ഹിന്ദു കൺസോൾട്ടേഷൻ അവിടെ നടക്കുന്നത് കൊണ്ട് ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നൊക്കെ തരത്തിൽ അത് ആരും പുറമേ പറയില്ല. ഒരുപക്ഷെ BJP പോലും അത് പുറമേ പറയില്ലെങ്കിലും അത്തരം ഒരു കൺസോൾട്ടേഷൻ അവിടെ നടക്കുന്നുണ്ട്.